ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ നമുക്ക് ആദ്യം വായിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലേഖിനെ ജനിപ്പിച്ചു. മെഥുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തിന് സ്തോത്രം. ഹാനോക്ക് എന്ന പഴയ നിയമത്തിലെ ഒരു വിശുദ്ധ കഥാപാത്രത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് മാത്രമല്ല, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം ഹാനോക്കിനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ ഭൂമിയിലെ ജീവിതം എത്ര കാലമെന്നല്ല, എത്ര നീണ്ട ആയുഷ്കാലം ഇവിടെ നാം ചെലവഴിച്ചു എന്നുള്ളതല്ല, നാം ഈ ഭൂമിയിൽ എങ്ങനെ ആയുസ് ചെലവഴിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഭൂമിയിലെ ആയുഷ്കാലം ദൈവത്തോട് നടക്കുന്നവർ മാത്രമേ ഈ ഭൂമിയിലെ ജീവിതകാലത്തിന് ശേഷം നിത്യതയിൽ ദൈവത്തോടുകൂടി ആയിരിക്കുകയുള്ളൂ. ദൈവത്തോടുകൂടെ നടക്കുക. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ 65 വർഷം, 65 വയസ്സാകുന്നത് വരെയും ദൈവത്തോട് നടക്കുക എന്നുള്ള ആ ഒരു അനുഭവം, ആ ഒരു അനുഗ്രഹീതമായ അനുഭവം
ഹാനോക്കിനുണ്ടായിരുന്നില്ല. എന്നാൽ 65-ാമത്തെ വയസ്സിൽ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം അനുഭവിച്ചു. വളരെ അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു അത്. ഹാനോക്ക് 65 വയസ്സ് കഴിഞ്ഞപ്പോൾ ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങി. 300 സംവത്സരം പിന്നെ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുക വ്യക്തമായ ഒരു വഴിതിരിവാണ് അത്. അതുവരെ നടന്നു വന്ന രീതിയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതിയ നടപ്പ് ഹാനോക്ക് ആരംഭിക്കുകയായിരുന്നു. എത്രയോ ഭാഗ്യകരമായൊരു അനുഭവമാണത്. അതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരനുഭവം. ജീവിതത്തിൽ വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടോടുകൂടി ദൈവത്തോട് നടക്കുന്നൊരനുഭവം. ദൈവത്തിൻ്റെ സഖിത്വത്തിൽ, ദൈവത്തിൻ്റെ സംസർഗത്തിൽ വളരെ ആനന്ദമനുഭവിച്ചുകൊണ്ട് ഹാനോക്ക് നടക്കുകയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തോട് നടക്കുവാനുള്ള ഒരു തീരുമാനം നാം എടുക്കേണ്ടതാണ്. ദൈവത്തോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ നടക്കുക. അതൊരു അപ്രായോഗികമായ കാര്യമല്ല, പ്രായോഗികമായ കാര്യമാണ്. അത് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ യേശുവിനോടുകൂടെ നടക്കണം, എൻ്റെ രക്ഷകനായ ക്രിസ്തുവിനോടുകൂടെ എനിക്ക് നടക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് എനിക്ക് നടക്കണമെന്ന് നമുക്ക് വാസ്തവമായി വാഞ്ചിക്കാം. വാസ്തവമായി നാം ദാഹിക്കുമെങ്കിൽ നമുക്ക് സാധിക്കും. എന്നെപ്പോലുള്ള ഒരാൾക്ക് കിട്ടുകയില്ല, സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആർക്കും സാധിക്കാവുന്നതും സാധിക്കേണ്ടതുമായൊരു കാര്യമാണ് ദൈവത്തോട് നടക്കുക എന്നുള്ളത്. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ഞാൻ ഓർക്കുന്നു, D.L. മൂഡി ദൈവത്തോട് നടക്കാൻ തുടങ്ങിയ ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, അന്ന് ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്, എന്തൊരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായത്. നേരം വെളുത്തപ്പോൾ ഞാൻ മുൻ ദിവസങ്ങളിൽ സൂര്യനെ കാണുമ്പോഴല്ല, സൂര്യനത്ര ശക്തിയോടുകൂടി എത്ര ഉജ്ജ്വലത്തായിട്ടാണ് പ്രകാശിക്കുന്നത്. ഈ ഭൂമിയിൽ പ്രകൃതിയിൽ കാണുന്ന ഓരോ മരങ്ങളും, ഓരോ ചെടികളും, ചില്ലകളും, ഇലകളും, ഇലത്തലപ്പുകളും എല്ലാം വളരെ മനോഹരമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. D.L. മൂഡി പറയുകയാണ്, ഈ പ്രകൃതി തന്നെ എന്ത് മനോഹരമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയും സുന്ദരമാണല്ലോ ഈ ഭൂമി എന്നെനിക്ക് തോന്നിപ്പോയി. പ്രകൃതി ഇത്ര മനോഹരമാണല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. പ്രകൃതിയിലേക്ക് നോക്കി ഞാൻ ആനന്ദം കൊണ്ടു. മൃഗങ്ങളും പക്ഷികളും എല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനൊരു പുതിയ ലോകത്തിലേക്ക് കടന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. D.L. മൂഡി പറയുകയാണ്. D.L. മൂഡിയുടെ ആ വാക്കുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഐ വാസ് ഇൻ എ ന്യൂ വേൾഡ്. ഞാനൊരു പുതിയ ലോകത്തിലായിപ്പോയി. ദ നെക്സ്റ്റ് മോർണിംഗ് ദ സൺ ഷോൺ ബ്രൈറ്റർ ആൻഡ് ദ ബേർഡ് സാങ് സ്വീറ്റർ. പക്ഷികൾ വളരെ മധുരകരമായി പാടുന്നതായിട്ട് എനിക്ക് തോന്നി. സൂര്യൻ ജ്വലിച്ച് പ്രകാശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പതിവിലും വ്യത്യസ്തമായ ഒരു മധുര സംഗീതം പക്ഷികളുടെ ശബ്ദത്തിൽ എനിക്ക് തോന്നിപ്പോയി. ദി ഓൾഡ് എയിംസ് വേവ്ഡ് ബ്രാഞ്ചസ് ഫോർ ജോയ് ആൻഡ് ഓൾ നേച്ചർ വാസ് അറ്റ് പീസ്. മരത്തലപ്പുകളും ഇലകളും ചില്ലകളും എല്ലാം ഇങ്ങനെ ആനന്ദം കൊണ്ട് പുളകം കൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയി. തന്നെയല്ല, ഈ പ്രകൃതി മുഴുവൻ ഒരു പ്രശാന്തി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഡിലീഷ്യസ് ജോയ് ദാറ്റ് ഐ ഹാഡ് എവർ നോൺ. ഞാൻ അറിഞ്ഞതിലേക്കും ഏറ്റവും സ്വാദിഷ്ടമായ ഒരു സന്തോഷമാണ് എനിക്ക് ലഭിച്ചത്. ദ മോസ്റ്റ് ഡിലീഷ്യസ് ജോയ്, ഏറ്റവും സ്വാദുള്ള ഒരു സന്തോഷം. സന്തോഷത്തിന് സ്വാദുണ്ടോ? D.L. മൂഡി പറയുകയാണ്, ദ മോസ്റ്റ് ഡിലീഷ്യസ് ജോയ് ദാറ്റ് ഐ ഹാവ് എവർ നോൺ. ഞാൻ അറിഞ്ഞിട്ടുള്ളതിലേക്കും വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ അനുഭവം ലഭിക്കും. ജീവിതത്തിലൊരു തിരിവിലേക്ക് വരുമ്പോൾ, മനപരിവർത്തനത്തിലേക്ക് വരുമ്പോൾ, മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ നാം ഏതോ ഒരു വലിയ ധന്യത ആർജിച്ചത് നമുക്ക് അനുഭവമാകും. സാധു സുന്ദർ സിംഗ് ക്രിസ്തുവിനെ കണ്ടെത്തിയ രാത്രി, ആ രാത്രി സാധു സുന്ദർ സിംഗിന് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സുന്ദർ സിംഗിനെ വർണ്ണിക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഭൂമിയിലെ ഒരു വാക്കുകൊണ്ടും ഭാഷ കൊണ്ടും വർണ്ണിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതകരമായ അനുഭവമാണ് എനിക്ക് ലഭിച്ചതെന്നാണ് സുന്ദർ സിംഗ് പറയുന്നത്. സുന്ദർ സിംഗ് അതിനെ വർണ്ണിക്കുന്നത്, എനിക്ക് ഏതോ ഒരു വലിയ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നതായിട്ട് അനുഭവപ്പെട്ടു, ഏതോ ഒരു പരമശാന്തി എന്നിൽ നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, പിന്നീട് ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, മിഷണറിമാരുടെ പ്രവർത്തന രംഗങ്ങളിൽ നിന്നിട്ടുണ്ട്, മിഷണറിമാരുടെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ ജീവിതം കണ്ടപ്പോൾ ഞാൻ പഴയ കാലത്തേക്ക് പഴയ മതത്തിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് പോലും എനിക്ക് ചിന്തയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരിട്ടത് അനുഭവിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ ഞാൻ നേരിട്ട് അനുഭവിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ആ അത്ഭുതകരമായ ശാന്തി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാതിരുന്നത് എന്ന്. ഒരു പ്രത്യേക അനുഭവമാണ് ക്രിസ്തുവിനോട് നടക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഈ അനുഭവത്തെക്കുറിച്ച് മധുരതരമായ ചില ഓർമ്മകൾ അയവിറക്കാൻ കാണും. ചിലർക്ക് ഇത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ മാനസാന്തരപ്പെട്ട നാളുകൾ, ആദ്യകാല സ്നേഹത്തിൻ്റെ ലഹരിയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചതായ സമയങ്ങൾ, ആത്മാവിൽ ആനന്ദിച്ചതായ സമയങ്ങൾ, മുമ്പ് നിങ്ങൾ തോറ്റുകൊണ്ടിരുന്ന വിഷയങ്ങൾ നിങ്ങളെ അലട്ടാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ജയം കിട്ടിയതായ കാര്യങ്ങൾ, പാപത്തിൻ്റെ യാതൊരു പ്രേരണയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാതെ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നിങ്ങൾ സമീപിക്കാതെ, നിങ്ങൾ ആനന്ദ വിവശതയിൽ ദൈവത്തെ സ്തുതിച്ച് ആഘോഷത്തോടെ ആരവാരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആരാധനയുടെ സന്ദർഭങ്ങൾ, ഇതെല്ലാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഓടി ഓടി അണയുന്നുണ്ടാകും. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഈ അനുഭവം കിട്ടിയിട്ടില്ല എന്ന് വരികിൽ, ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ക്രിസ്തുവിനോടുകൂടെ നടക്കുക എന്ന് പറയുന്ന ആ അനുഭവത്തിൻ്റെ സാരസ്യവും ആ അനുഭവത്തിൻ്റെ മധുരമയും എനിക്ക് തരണമേ. നാഥ, നിന്നോടുകൂടെ നടക്കുവാനുള്ളതായ ഭാഗതയും എനിക്ക് നൽകണമേ, എന്നെ അതിലേക്ക് നയിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഈ മാധുര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല, ഈ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ആനന്ദാതിരേഖ ഞാൻ അനുഭവിച്ചിട്ടില്ല. നാഥ, നീ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ഹാനോക്ക് ദൈവത്തോട് നടന്നു. 65 വയസ്സ് വരെയും ദൈവത്തോട് നടന്നില്ല. എന്നാൽ പിന്നീടുള്ള 300 സംവത്സരം ദൈവത്തോട് നടന്നു. ആ ദൈവത്തോട് നടന്നപ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം, ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്ന്. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് നടന്നു. വായിക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി, അവൻ അപ്രത്യക്ഷനായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് മുൻപേ അവൻ ഒരു സാക്ഷ്യം പ്രാപിച്ചു. എന്താണ് അവന് കിട്ടിയ സാക്ഷ്യം? ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് മുൻപേ അവന് കിട്ടിയ സാക്ഷ്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. ദൈവത്തോടുകൂടെ നടക്കുന്നവനാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഏതെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താലും, ഏതെല്ലാം മനോഗുണ പ്രവൃത്തികൾ ചെയ്താലും, ക്രിസ്തുവിനോടുകൂടി ആയില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ആയില്ല എങ്കിൽ, അതെല്ലാം ദൈവസന്നിധിയിൽ നിഷ്ഫലമായിരിക്കും, ദൈവസന്നിധിയിൽ വിലയില്ലാത്തതായിരിക്കും. എന്നാൽ ദൈവത്തോട് നടക്കുന്ന ദൈവവൈതൽ, ക്രിസ്തുവിനോട് നടക്കുന്ന ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കും. ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന സാക്ഷ്യം ലഭിച്ചു. 1, ഹാനോക്ക് ദൈവത്തോട് നടന്നു. 2, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ദൈവത്തോട് നടന്ന കാലങ്ങളിൽ ഹാനോക്ക് കുടുംബജീവിതം നയിച്ചു. ദൈവത്തോട് നടക്കുന്നതിന് കുടുംബജീവിതം തടസ്സമല്ല. കുടുംബജീവിതത്തിൽ ഭാര്യയോ ഭർത്താവോ തടസ്സമല്ല. ദൈവത്തോട് നടക്കുന്നതിന് മക്കൾ തടസ്സമല്ല. മക്കൾ ജനിക്കാം, മക്കളെ ജനിപ്പിക്കാം, കുടുംബജീവിതം പുലർത്താം, മക്കളെ വളർത്താം. അതിലൊന്നിലും പാപമില്ല. ദൈവത്തോട് നടക്കുന്നവർക്ക് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത അനുഭവിക്കാം. ആ കുടുംബം സമാധാനം നിറഞ്ഞതായിരിക്കും. ദൈവത്തോട് നടക്കുന്ന ഒരാളുടെ കുടുംബം സന്തോഷം നിറഞ്ഞതായിരിക്കും, ഐക്യമുള്ളതായിരിക്കും, പരസ്പര സൗഹൃദം നിറഞ്ഞതായിരിക്കും, സൗമനസ്യം നിറഞ്ഞതായിരിക്കും, പരസ്പര വിധേയത്വമുള്ളതായിരിക്കും, പരസ്പരം താങ്ങുന്നതായിരിക്കും, പരസ്പരം വഹിക്കുന്നതായിരിക്കും. ദൈവത്തോട് നടക്കുന്ന കുടുംബം, ആ കുടുംബത്തിലുള്ളവർ
സ്നേഹത്തിൻ്റെ ദൃഢതരമായ ബന്ധത്തിൽ കഴിയുന്നവരായിരിക്കും. ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ പുലരുന്നവരായിരിക്കും. അവിടെ അഭിപ്രായ വൈവിധ്യം ഉണ്ടാവുകയില്ല, അവിടെ ഭിന്നത ഉണ്ടാവുകയില്ല, അവിടെ പരസ്പരം പോരില്ല, അവിടെ പരസ്പരം വാഗ്വാദമില്ല, പരസ്പരം തർക്കമില്ല, ഞാനോ നീയോ എന്ന ചോദ്യമില്ല. പരസ്പര വിധേയത്വമാണ്. ഭാര്യ ഭർത്താവിൻ്റെ ബെറ്റർ ഹാഫായിരിക്കും, ഭർത്താവ് ഭാര്യയുടെ ബെറ്റർ ഹാഫായിരിക്കും. ബെറ്റർ ഹാഫ്, നേർ പകുതി വെച്ചാൽ ബെറ്റർ ഹാഫ്, അതാണ് ഭാര്യ. ഭാര്യയ്ക്ക് ഭർത്താവ് ബെറ്റർ ഹാഫ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞത്? കുടുംബജീവിതം ഭദ്രതരമായിരിക്കും, ഭാര്യയെ ബഹുമാനിക്കും. നിങ്ങൾക്കറിയാമല്ലോ, തിരുവചനം പറയുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. പലപ്പോഴും അതെല്ലാം നാം മറന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ്. ഭാര്യയെ ബഹുമാനിക്കാറുണ്ടോ? ഭാര്യയുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാറുണ്ടോ? ഭാര്യയുടെ സ്വന്തക്കാരെ ബഹുമാനിക്കാറുണ്ടോ? ഭാര്യ കൊണ്ടുവന്നതും പോരാ എന്ന് പറയുന്ന ചിന്താഗതിയാണോ? ചിലർ, സ്നേഹിതരെ നിങ്ങൾ ക്ഷമിക്കണം, ചിലർ പറയും, എനിക്ക് ഏതെല്ലാം നല്ല നല്ല വിവാഹാലോചനകൾ വന്നതായിരുന്നു, എന്തുകൊണ്ടോ ഞാൻ നിന്നെയാണ് വിവാഹം കഴിച്ചു പോയത്, എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്നത് ഹൃദയത്തെ കീറി മുറിക്കുന്ന വാക്കുകളാണ്. ഒരിക്കലും ഒരു ഭാര്യയോ ഭർത്താവോ അങ്ങനെ പറയരുത്. പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ അത് പറയരുത്. പരസ്പര ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് എത്രയോ നല്ല വിവാഹാലോചനകൾ വന്നതാണ്, ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നു പോയത് കൊണ്ട് തന്നെ വിവാഹം കഴിച്ചതാണ്, എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണത് എന്ന് ഒരു കാലത്തും ചിന്തിച്ചു പോകരുത്. അങ്ങനെ ചിന്തിക്കുന്നു വരികിൽ ആ കുടുംബം ഭദ്രമായിരിക്കുകയില്ല, ആ കുടുംബം സമാധാനമുള്ളതായിരിക്കുകയില്ല, ആ കുടുംബത്തിൽ ദൈവം വസിക്കുകയില്ല. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, അവൻ മക്കളെ ജനിപ്പിച്ചു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂസലഹിനെ ജനിപ്പിച്ചു. മെഥൂസലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് നടക്കുകയും പുത്രന്മാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 1, ഹാനോക്ക് ദൈവത്തോട് നടന്നു. 2, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. 3, ഹാനോക്ക് ഒരു കുടുംബ ജീവിതം സമാധാനപരമായി നയിച്ചു. 4-ാമത്തെ കാര്യം, ഹാനോക്ക് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ ഭൂമിയിൽ നിന്ന് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവത്തോട് നടന്ന ദൈവവൈതൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നാം എല്ലാം ഒരു ദിവസം നിത്യത്തെ അഭിമുഖീകരിക്കണം. ഒരു ദിവസം നാം മരണമെന്ന് ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നാം പോകണം. അത് ഏത് പ്രായത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. നാം ആരും ആഗ്രഹിക്കാത്തൊരു സമയത്ത്, നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് നാം മാറിപ്പോകുമെന്നുള്ളത് ഒരു പരമസത്യമാണ്. അതിനാർക്കും സംശയമുള്ള കാര്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്നത് എവിടെയെന്നുള്ളത് മാത്രം ഉറപ്പില്ല. എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എവിടെയാണ് ഞാൻ ചെല്ലുന്നത്? ആ ഉറപ്പ് ഇവിടെ വെച്ച് നാം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയണം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയണം. നാം ദൈവത്തിൻ്റെ മക്കളായി എന്ന് സാക്ഷ്യം പറയണം. ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് സാക്ഷ്യം പറയണം. ഞാൻ വീണ്ടും ജന്മം അനുഭവിച്ചു എന്ന് സാക്ഷ്യം പറയണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജന്മം അനുഭവിച്ചു എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തണം. ആ ഉറപ്പ് നമുക്ക് ലഭിക്കണം. ഊഹാപോഹം കൊണ്ട് കാര്യമില്ല. ഊഹിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. യേശു കൂടെ കാണും എന്ന് ഊഹിച്ച് കന്യമറിയാം യാത്ര ചെയ്തു. 3 ദിവസം പാഴായിപ്പോയി. 3 ദിവസം യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഊഹിച്ച് യാത്ര ചെയ്യരുത്. കർത്താവ് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്യാനിട വരരുത്. കാണും, കാണാതിരിക്കില്ല. ഉണ്ട്, വേറെ പ്രകടമായ വലിയ പാപങ്ങളൊന്നും വന്നില്ലല്ലോ, പ്രകടമായ വേണ്ടാതിനത്തിന് പോകുന്നില്ലല്ലോ. പിന്നെ മനുഷ്യ സഹജമായ ചില ബലഹീനതകളൊക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ നാം സ്വയം ചില കാര്യങ്ങൾ കണ്ടെത്തുകയും സംതൃപ്തിപ്പെട്ടിരിക്കുകയും ചെയ്യും. പാടില്ല. വ്യക്തമായി നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. യേശുക്രിസ്തു കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. കന്യമറിയാവിന് പറ്റിയ അബദ്ധം, യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. അങ്ങ് ദേവാലയത്തിലേക്ക് പോയപ്പോൾ യേശു കൂടെ ഉണ്ടായിരുന്നു. തിരികെ പോന്നപ്പോൾ യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. 1 ദിവസം യാത്ര ചെയ്തു. 1 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു കൂടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. 2-ാമത്തെ ദിവസം ചാർച്ചക്കാരുടെയും അവിടെ യാത്രക്കാരുടെ ഇടയിൽ യേശുവിനെ തെരഞ്ഞു.
പിന്നെ അന്വേഷിക്കുന്ന ഒരു ദിവസം, ആ ദിവസവും ലാപ്സായിപ്പോയി. യേശുവിനെ തിരഞ്ഞപ്പോൾ കണ്ടെത്തിയില്ല, യേശുവിനെ കണ്ടുകിട്ടിയില്ല, ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തൊന്നും യേശുവിനെ കിട്ടിയില്ല. പിന്നത്തെ മൂന്നാമത്തെ ദിവസം പിറയിലേക്ക് നടക്കുകയാണ്. എവിടെ നഷ്ടപ്പെട്ടുവോ അവിടം വരെയും തിരികെ പോവുകയാണ്, നഷ്ടപ്പെട്ടിടം വരെയും തിരികെ പോവുകയാണ്. യേശു എവിടെ, അവിടം വരെയും തിരികെ എത്തി. മൂന്നാമത്തെ ദിവസം. അങ്ങനെ 3 ദിവസം കന്യമറിയാവിൻ്റെ ജീവിതത്തിൽ പാഴായിപ്പോയി, നഷ്ടമായിപ്പോയി. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ പാഴായിപ്പോയി? ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ വിദ്യാഭ്യാസം നേടി, നിങ്ങൾ ഈ ലോകത്ത് ജോലി നേടി, നിങ്ങൾ വരുമാനം നേടി, നിങ്ങൾ ഭവനം നിർമ്മിച്ചു, നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടായി, നിങ്ങൾക്ക് നല്ല വീട് പണിയാൻ കഴിഞ്ഞു, പല പല കാര്യങ്ങൾ നിങ്ങൾ നേടി. പക്ഷേ യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുവോ? യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതില്ലാതെ പ്രിയപ്പെട്ടവരെ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കരുത്. യേശു എൻ്റെ കൂടെ വന്നു എന്നുള്ള ഉറപ്പ്, ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് ചെയ്യേണ്ടത്? ആമോസിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു, 3-ാം അധ്യായത്തിന് 3-ാം വാക്യം നമുക്ക് വായിക്കാം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നാം ദൈവത്തോട് നടക്കണമെങ്കിൽ ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം, ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം. എന്നാൽ അതിന് തടസ്സമായി ഇന്ന് നമുക്ക് എന്താണ് ഉള്ളത്? അത് യിരെമ്യാ പ്രവാചകൻ പറയും 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ദൈവത്തോടു കൂടെ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നില്ല, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ദൈവം വചനം തരുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷേ നീ മറുതലിക്കുകയാണ്, നീ വചനം കൈക്കൊള്ളുന്നില്ല. ഇസ്രായേലേ, നീ കേൾക്ക, ദൈവജനമേ നീ കേൾക്ക. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, പക്ഷേ ഞാൻ കേൾക്കയില്ല എന്ന് നീ പറഞ്ഞു, അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. ബാല്യം മുതൽ നിനക്കുള്ള ശീലം എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നതാണ്. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിൻ്റെ ശീലം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നിരപ്പാകുക. നമ്മുടെ പാപമാണ് ദൈവത്തോട് നിരപ്പാകുന്നതിന് തടസ്സം. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന തടസ്സം നമ്മുടെ പാപമാണ്. പാപം മാറ്റുക, പാപം ദൂരീകരിക്കുക. എന്താണ് അതിന് ചെയ്യേണ്ടത്? വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറുന്നു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ പാപം മാറും. ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുക, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ കുറ്റമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നാഥ, ഇന്നു മുതൽ നിന്നോടുള്ള നിരപ്പിലും നിന്നോടുള്ള ഐക്യത്തിലും ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നിങ്ങളങ്ങനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് നടന്നു തുടങ്ങാം. 2 പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവത്തോട് ഒരുമിച്ച് നടക്കാം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും, അപ്പോൾ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും, അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറന്നു ചെല്ലാൻ സാധിക്കും. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ, ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ തിരുസന്നിധിയിലേക്ക് പറന്നു ഉയരുന്നത് ആരാണ്? കാഹളനാദം കേട്ട് പറന്നു ഉയരുന്നത് ആരാണ്? വിശുദ്ധന്മാർ മാത്രം പറന്നുയരും. മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിൽ അഴകിന്മേൽ ആഘോഷിതനായി ഇടുന്നു. അന്ന് വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ മാത്രം പറന്നുയരും. തൻ മുൻ കൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു. നീതിമാന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ. നയവാൻ പന പോലെ തളിർത്തുമേ, വളരുമവൻ ലെബനോൻ്റെ കാരകിൽ പോൽ, വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ, വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും. അങ്ങനെയുള്ള വിശുദ്ധന്മാർ മാത്രം, അവർ മാത്രം പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ ഇന്നത്തെ നിലയിൽ നിന്നാൽ മതിയോ? ഞാനും എളിമപ്പെടുകയാണ്, ഞാനും താഴുകയാണ്, ഞാനും വിനയത്തോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് താണു വീഴുകയാണ്. കർത്താവേ, എന്നെയും നീ കഴുകണമേ. ഇന്നും നിന്നോട് അകൽച്ചയുള്ളതായി എൻ്റെ ജീവിതത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി മുറുകെ പറ്റുന്നതായ പാപങ്ങൾ അതെന്നിൽ നിന്ന് നിശേഷം ദൂരീകരിക്കണമേ. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഞാനും പ്രാർത്ഥിക്കുകയാണ്,
എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയുമോ, കർത്താവേ, നീ എന്നെ കഴുകണമേ, എനിക്ക് നിന്നോട് ചേർന്നുള്ളൊരു നടപ്പ്, നിന്നോട് ചേർന്നുള്ളൊരു ജീവിതം എനിക്ക് വേണം. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവം എന്നെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. എൻ്റെ ദൈവമേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ എൻ്റെ യേശുവേ, നീ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ അന്ന് നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ നിൽപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. എല്ലാം മാറി മറയും, മാറാത്ത യേശു മാത്രം. യേശു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. യേശു വീണ്ടും വരും. വീണ്ടും വരുന്ന ക്രിസ്തുവിനെ എതിരേൽപ്പാൻ പ്രിയരെ നിങ്ങൾ ഉണരുക, നിങ്ങളെ തന്നെ ഒരുക്കുക, വിശുദ്ധീകരണം അനുഭവിക്കുക, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക, പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക, പുതിയ സമർപ്പണം എടുക്കുക, ക്രിസ്തുവിനായി നിങ്ങളെ തന്നെ തുറക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, ജീവനുള്ള ക്രിസ്തുവിനോട് നടക്കുവാൻ ഞങ്ങൾക്ക് ആഹ്വാനം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോട് യാത്ര പറയുവാൻ നിൻ്റെ ആത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തോട് നടക്കുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.